കാര്യങ്കോട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രാജേഷിനായുള്ള തിരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് ബന്ധുക്കൾ. ആളുകളെ രക്ഷിക്കുന്നതിനിടെയാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. MLA ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ കഴിഞ്ഞില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കാര്യങ്കോട് പുഴയിലെ മീൻതുള്ളി ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി രാജേഷിനായുള്ള തിരച്ചിൽ കാര്യക്ഷമമല്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. റാഫ്റ്റിംഗ് ഗൈഡായ രാജേഷ് ശനിയാഴ്ചയാണ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. അഗ്നിരക്ഷാസേന, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആളുകളെ രക്ഷിക്കുന്നതിനിടെയാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടതെന്നും കാര്യക്ഷമമായ തിരച്ചിൽ ഇതുവരെ നടന്നിട്ടില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. തനിയെ ഒഴുക്കിൽപ്പെട്ട് പോയതല്ല, അവൻ ഇവിടുത്തെ ആൾക്കാരെ രക്ഷിക്കുന്നതിന് ഉരുൾപൊട്ടി വെള്ളം വരുന്നത് കണ്ട് ഇവിടുത്തെ അവന്റെ സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇറങ്ങിയത്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ രക്ഷിക്കുകയും അതിൽ ഇവിടെ സേവിയർ എന്ന് പറഞ്ഞ ഒരാൾ ഒഴുകി പോയപ്പോൾ അയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ ജാക്കറ്റ് ഊരി കൊടുത്ത് റോപ്പിലായി അയാളെ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കുന്ന സമയത്താണ് ഇവന്റെ റോപ്പ് പൊട്ടിയായി ഒഴുക്കിൽപ്പെടുന്നത്. എന്നിട്ടും അവൻ നീന്തി കിടന്നു പോയി. പക്ഷേ നമ്മുടെ സംവിധാനം അനുസരിച്ച് ഈ നിമിഷം വരെ ഈ ഒഴുകിൽ പോയി അവൻ എന്തായാലും ഈ വെള്ളത്തിലൊന്നും അവൻ താന്നു പോവുകയൊന്നുമില്ല. അവൻ ഇതിനകത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ജനപ്രതിനിധിയും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും രാജേഷിന്റെ ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു. MLA ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും ഇവർ പറയുന്നു. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇത് അറിഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചുവിടെ ഇന്നലെ 10 മണിക്ക് ഇവിടെ വന്നതാണ്. ആ സമയം തൊട്ട് നമ്മൾ MLA കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. MLA ഒരു നമ്പർ വന്നിട്ട് എപ്പോഴും ഇത്രയും സമയമായിട്ട് ഒരു 24 hours പേഴ്സണൽ നമ്പർ ആവട്ടെ ഏത് നമ്പർ ആവട്ടെ ഇത്രയും സമയമായിട്ട് ആ നമ്പർ ഓൺ ആയിട്ടില്ല. ഞാൻ പലതവണ ഈ MLA കോൺടാക്ട് ചെയ്യാൻ നോക്കി. ഇതുവരെയും ആ MLA നമ്പർ പോലും ഓണല്ല. ഇപ്പോഴും ഈ രാവിലെ തൊട്ട് ഞങ്ങളവിടെ വിളിച്ച് ഇൻറ്റിമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ചെറുപുഴ സ്റ്റേഷനിലെ SIയും അവരെ കൂടെ നിൽക്കുന്ന പോലീസുകാരും നമ്മളെ വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ എന്നാലും നമുക്ക് വളരെ വിഷമമാണ്. എത്രയും വേഗം രാജേഷിനെ കണ്ടെത്താനുള്ള നടപടി ഉണ്ടാവണമെന്നും ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.